ഹായ് ഹലോ. പെഡഗോജിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ക്ലാസ്, ഇന്നത്തെ ഒരു ക്ലാസ് ഉണ്ടാവുക. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ ടുഡേയ്സ് ക്ലാസ്. അപ്പം പെഡഗോജി നമ്മൾ അതിൽ ഓരോ മൈക്രോ സ്കില്ലുകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പവർ പോയിന്റ് വേർഡ് ഫയലാണ് പ്രസന്റ് ചെയ്തത്, കാണുന്നുണ്ടാവും വിചാരിക്കുകയാണ്. ഓക്കെ, സ്ക്രീന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ടോപ്പിക് ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാണ്. ആ ഒരു സ്കില്ലുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ കാര്യമായിട്ട് 8 സ്കില്ലുകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. മൈക്രോ സ്കിൽസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, skill of explaining, skill of questioning, and skill of probing questions, skill of stimulus variation, reinforcement, non-verbal clues, ഇതിൽ ക്ലൂ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ക്ലൂസ് എന്നുള്ളതാണ്, ആൻഡ് സ്കിൽ ഓഫ് ക്ലോഷർ. ഇങ്ങനെ 8 സ്കില്ലുകളാണ് പ്രധാനമായിട്ടും ഒരു ടീച്ചറെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത്, അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അതിലെ ഓരോരോ സ്കില്ലുകളാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞ സ്കില്ലുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ, അതുപോലെ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഏറ്റവും ലാസ്റ്റ് മെയിൻ ആയിട്ടുണ്ട്, ആൻഡ് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ഫോർത്ത് വൺ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, 5 സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. അത് കഴിഞ്ഞ് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്കിൽ ഓഫ് അപ്രീസിയേഷൻ. ഇതാണ് ഇന്നത്തെ ഒരു ക്ലാസ്. നമ്മൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5 സ്കില്ലുകൾ കഴിഞ്ഞു. 6ാമത്തെ ഒരു സ്കില്ല് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ്. അപ്പം ഒരു അധ്യാപകനെ സംബന്ധിച്ച്, ഒരു ടീച്ചറെ സംബന്ധിച്ച് ക്ലാസ് റൂമിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവായി കൊടുത്ത് ഒരു കുട്ടിയെ വളർത്തി വലിയ ഒരു പേഴ്സൺ ആക്കിയിട്ട്, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ് ആയി വളർത്താം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിനെ ദ വേഴ്സ്റ്റ് സ്റ്റുഡന്റ് ആക്കിയിട്ട് മാറ്റാനും ഒരു അധ്യാപകന് പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോരോ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ആക്ഷൻസ്, അതുകൊണ്ട് മാത്രം നമുക്കൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പലതരത്തിൽ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരു കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ഗുഡ്, വെരി ഗുഡ്, വെൽ, എക്സലന്റ്, കണ്ടിന്യൂ എന്നൊക്കെയുള്ള കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ ഇന്നത്തെ ഒരു ന്യൂജൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാന് മറ്റെന്തൊക്കെ പറയാൻ പറ്റും. സോ അത് നിങ്ങളൊക്കെ തന്നെ കേൾക്കാനാണ് ഒരു ആഗ്രഹമുള്ളത്. എന്ത് കേട്ടാലാണ് കുട്ടികളൊന്നും ഇങ്ങോട്ട് മോട്ടിവേറ്റഡ് ആവുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് ആവുക? എന്താണ് നിങ്ങളുടെ ഒരു വ്യൂ? ഇപ്പൊ ഫുട്ബോളിലാണെങ്കിൽ CR7 കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ, ഒരു പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ. അല്ല, ഇത്തരത്തിലുള്ള ഫ്രേസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഗുഡ്, വെരി ഗുഡ്, വെൽ, എക്സലന്റ് എന്നൊക്കെയുള്ളത് അവർ കേട്ട് ഒരു ക്ലീശ ആയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇതല്ലാണ്ട് ഇതുപോലെ മറ്റെന്തെങ്കിലും വാക്കുകൾ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമോ? അത് കലക്കി. എന്താ അത് കലക്കി എന്ന് പറയാം. അത് കലക്കി അറിയാം മലയാളത്തില്. ഓക്കെ, ദെൻ മറ്റേ അംബാനെ ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സിനിമാറ്റിക് ഡയലോഗ് ഇല്ലേ? അത്തരം ഡയലോഗുകളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വേറൊന്നുമില്ല നിങ്ങളുടെ കയ്യില്? വെൽ ഡൺ.
വെൽഡൺ ഒക്കെ ഇതിലുണ്ട് വർഷിത. ഒരു സല്യൂട്ട് കൊടുക്കാം. അത് വെർബൽ അല്ലല്ലോ, വെർബൽ നമ്മൾ സംസാരം കൊണ്ട് പറയണത്. പൊളിച്ചു എന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഇപ്പത്തെ കുട്ടികളുടെ ഇടയിൽ, അതൊക്കെ പണ്ടത്തെ സാറേ. അത് പറഞ്ഞാണ്. ഓക്കെ റൈറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സെന്റൻസുകൾ, ഓക്കെ, യു ഹാവ് ഡൺ വെരി വെൽ അല്ലെങ്കിൽ യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാം. എന്താണോ നമുക്കപ്പോ വരുന്നത് അത് വെച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. എന്തോ ഞങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ഇല്ല സാർ, എന്നോട് പറഞ്ഞു മോഡേൺ വേർഡ്സ്. ഞാൻ ലിസ്റ്റ് ആക്കാം കേട്ടോ, വാട്സപ്പിൽ ലിസ്റ്റ് ആക്കുന്നുണ്ട്, പോരാ? ഓക്കെ സർ. ഓക്കെ ഓക്കെ. പകരം വെക്കാനില്ലാത്ത മുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പല്ലേ നമ്മൾ ഓവറായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീക്കന്മാരെ ലാംഗ്വേജ് എടുക്കണമെന്നില്ല. ബട്ട് ഫോർമൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തു മാത്രമേ ഉള്ളൂ. അപ്പൊ വെർബൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ്. അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ, റീഇൻഫോഴ്സ് ചെയ്താൽ ശരിക്കും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റുകൾ എന്തായിരിക്കും? എന്തിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം? അപ്പൊ അവര് കുറച്ചും കൂടെ നമ്മുടെ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. അവർക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ബി പോസിറ്റീവ്, അല്ലെ? അവർക്ക് പോസിറ്റീവ് ആവാൻ പറ്റും. പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും. അതെ, മോട്ടിവേറ്റഡ് ആവാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും, അറ്റാച്ച്മെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ലേണിങ്ങിന് വേണ്ട ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജുകൾ ഇതുകൊണ്ടുണ്ട് കേട്ടോ. സോ പോസിറ്റീവ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പോസിറ്റീവ് നോൺ വെർബൽ ആണ്, നമ്മുടെ ആക്ഷൻസ് ആണ്, അതല്ലെങ്കിൽ നമ്മുടെ ജെസ്റ്റേഴ്സ് ആണ് ഇവിടെ നോൺ വെർബൽ എന്നോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. നമ്മൾ ചിലപ്പോൾ നമ്മൾ തംസപ്പ് കൊടുക്കാം, അതല്ലെങ്കിൽ എക്സലന്റ് എന്നുള്ള സിമ്പിൾസ് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് അല്ലെങ്കിൽ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്യാം, ഒന്ന് തട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ അവരോട് പിന്നെ നീ അടിപൊളിയായി അല്ലെങ്കിൽ നമ്പർ 1 ആയി എന്നുള്ള സംഭവങ്ങൾ കൊടുക്കാം. സ്റ്റാർ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ സ്റ്റാർ ഇടും, അല്ലെങ്കിൽ ഗുഡ് എന്ന് എഴുതി കൊടുക്കും. ഞാനൊക്കെ ഇപ്പോഴും നമ്മൾ പേപ്പറൊക്കെ നോക്കി നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ എഴുതി കൊടുക്കും. ആക്ച്വലി +2 കഴിഞ്ഞ് ഇപ്പൊ DL-ട്ടും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അത് അവർക്ക് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷൻ ആണ്, റൈറ്റ്? അപ്പം നമ്മുടെ ആക്ഷൻസ് അതല്ലെങ്കിൽ നമ്മുടെ ജെസ്റ്റേഴ്സ്, ഇത്തരം ബോഡി ലാംഗ്വേജ് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ സാധാരണ ചില ടീച്ചേഴ്സ് പറയും അല്ലെ, 5 വയസ്സൊക്കെ പറ്റാത്തവനാണ്, ഇത് നുണയനാണ്, അല്ലെങ്കിൽ അന്നൊന്നും തീരെ കൊള്ളൂല, നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ അത്തരം പ്രയോഗങ്ങൾ ദാറ്റ് മസ്റ്റ് ബി അവോയ്ഡഡ്. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ ഒഴിവാക്കേണ്ടതാണ്. ഇൻ കേസ് നമുക്ക് ഒരാളെ നെഗറ്റീവ് ആക്കി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഒരാള് ഇപ്പോ ഹോംവർക്ക് ചെയ്തില്ല, ആ വ്യക്തിയോട് പറയണം നീ ഹോംവർക്ക് ചെയ്യാതെ, ആ വ്യക്തിയോട് പറയണത് നിന്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയണം. പക്ഷെ ഇത് പോരട്ടോ, അന്ന് 5 വയസ്സിൽ പറ്റൂലട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തളർന്നു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ അവിടെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ പറയാം? ഇനി ഹോംവർക്ക് ചെയ്ത് ചെയ്യാണ്ട് വന്നാൽ ഇനി എക്സാമിന് തോറ്റു എന്നൊക്കെ പറയാം. എക്സാമിന് പറ്റുമെന്നൊക്കെ പറയാം. അതൊക്കെ ശരിക്കും നമ്മൾ സൈക്കോളജിക്കലി പറയാറുള്ളത് എങ്ങനെ വെച്ചാൽ, നമ്മൾ അവന്റെ പേഴ്സണാലിറ്റിയിലേക്ക് ക്രിട്ടിസൈസ് ചെയ്യരുതെന്നാണ് പറയാ. അഥവാ നീ മോശമാണ് അല്ലെങ്കിൽ അന്ന് പറ്റൂല എന്നുള്ള ഡയലോഗ് പറയരുത്. നമ്മൾ അവിടെ പറയേണ്ടത് യു ആർ ഓക്കെ, യു ആർ എ ഗുഡ് ബോയ്, ബട്ട് ദ ബിഹേവിയർ ഈസ് നോട്ട് ഗുഡ്. അഥവാ കഴിവുണ്ട് അത് എടുക്കാത്തതാണ് നൈറ്റമോടെ. അതേപോലെ തന്നെ നമ്മൾ പറയും നിനക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഈ ഒരു ഹോംവർക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ നുണ പറയാണ്, അത്തരം സ്വഭാവം മോശമാണ്, പക്ഷെ നീ നല്ല കുട്ടിയാണ്, നിന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്നുള്ളൊരു പോസിറ്റിവിറ്റി വെച്ച് കൊടുത്തിട്ട് വേണം അവൻ നമ്മൾ എന്ത് ചെയ്യാന്, നെഗറ്റിവിറ്റി കൊടുക്കാൻ. ദാറ്റ് മീൻസ് അവന്റെ പേഴ്സണാലിറ്റി നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കുകയും അവന്റെ ബിഹേവിയർ, ബാഡ് ബിഹേവിയർ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം എന്നൊക്കെയാണ് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. ഇത് നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, ദാറ്റ് മീൻസ് വളരെ മോശമായിട്ടുള്ള പിന്നെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആക്ഷൻസ് കാണിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വളരെ ഇതിലുണ്ടാവും. എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ലുക്കിംഗ് അറ്റ് ആംഗ്രി, വെറുതെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുക, ഭയങ്കര മോശമായിട്ടുള്ള ഇത് കാണിക്കുക, അത്തരം പിന്നെ നമ്മുടെ പിന്നെ സാഡ്നെസ് കാണിക്കുക, പുച്ഛഭാവം കാണിക്കുക, ഇതൊക്കെ നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ആക്ച്വലി. അപ്പം ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചറുടെ നെഗറ്റീവോ അല്ലെങ്കിൽ കുട്ടി ഒരു വികൃതി കാണിച്ചു, അപ്പൊ നമ്മൾ അവർക്കെതിരെ എടുക്കുന്ന ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് എനർജി വിൽ ബി പാസ്ഡ്. കുട്ടികൾക്ക് വളരെ നെഗറ്റീവ് ആയ എനർജി അവിടെ
പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നെഗറ്റീവ് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് വെർബൽ സ്റ്റേറ്റ്മെന്റും പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ്. പിന്നെ റോങ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. സോ ടീച്ചേഴ്സ് ഷുഡ് അവോയ്ഡ് യൂസിങ് വേർഡ്സ് ലൈക്ക് ഇഡിയറ്റ്, സ്റ്റോപ്പ്, അങ്ങനെയുള്ള അതൊരു റോങ് യൂസേജ് ആണ്. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അല്ലെ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ വളരെ റോങ് ആയി ടീച്ചറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ മസ്റ്റ് ബി അവോയ്ഡഡ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഒരു ബാഡ് ബിഹേവിയർ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇതിനൊക്കെ നമുക്ക് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കുട്ടി തെറ്റ് ചെയ്തു, അതിനെ ഭയങ്കര സംഭവമാക്കി പോസിറ്റീവാക്കി പറയാം. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, അത് ശരിയാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇതൊക്കെ ചില ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വസ്തുത. ഓക്കെ, ഇതാണ് 6ാമത്തെ സ്കിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു സ്കില്ല്? സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഓർ സ്കിൽ ഓഫ് അപ്രീസിയേഷൻ. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഖേദകരമായൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പോകുമ്പോൾ ഈ സംഭവങ്ങൾ അവിടെ കാണാറില്ല. ടീച്ചർ ഭയങ്കര ബിസി ആയിരിക്കും, ആൻസർ പറഞ്ഞ കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത കുട്ടിക്ക് അപ്രീസിയേഷൻ ഇല്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണ അങ്ങനെ ഒരു ലാക്ക് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ക്ലാസ് റൂമിൽ കാണാറുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, കുട്ടികളുടെ ഇനീഷ്യേഷൻ അത് വല്ലാതെ ബാധിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2014 ഞങ്ങള് BEd പഠിച്ച കാലഘട്ടത്തില് ഞാനവിടെ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം നമ്മളവിടെ ഇങ്ങനെ ജാവലിൻ ത്രോ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സാറ് ഞാനൊരു ത്രോ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് വന്നു. അദ്ദേഹം ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്, ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് അദ്ദേഹം പോയി. ബട്ട് ദാറ്റ് വാസ് ഇനഫ്. ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്നുള്ളത് എന്തായിരുന്നു വെച്ചാൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരുന്നു. അഥവാ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നത് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു ഷെയ്ക്ക് ഹാൻഡിൽ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ചില നോട്ടങ്ങള്, നമ്മുടെ ചില ഷെയ്ക്ക് ഹാൻഡുകള്, നമ്മുടെ ചില തട്ടലുകള്, നമ്മുടെ ചില വാക്കുകള് സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അത് ഭയങ്കര പോസിറ്റീവ് എടുക്കുന്ന ആളുകളുണ്ടാകും, ഭയങ്കര നെഗറ്റീവായി എടുക്കുന്ന ആളുകളുണ്ടാകും. സോ ബി അവെയർ ഓഫ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്കില്ല് പോകുമ്പോൾ സ്കിൽ ഓഫ് നോൺ വെർബൽ കൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡി കൊണ്ട് അല്ലെങ്കിൽ നോൺ വെർബൽ ലാംഗ്വേജ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആക്ഷൻസ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്കിൽ ഓഫ് നോൺ വെർബൽ കൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ജസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലുള്ള ഒരു സ്കില്ല് തന്നെയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് വേരിയേഷനും ഇതുപോലെയാണോ? വേരിയേഷന്റെ തന്നെ പോയിന്റുകളാണ് ഇതിലുണ്ടാവുക. ഓക്കെ, അപ്പൊ ചില ഓരോരോ ബുക്കിൽ അല്ലെങ്കിൽ ഓരോരോ സിലബസിൽ ഓരോരോ പേരുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ വേർഡ്സ് ഹാവ് ലിമിറ്റേഷൻസ്. ദർ ആർ ന്യൂമറസ് ഏരിയാസ് വേർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ എഫക്റ്റീവ് ദാൻ വെർബൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, 55% നോൺ വെർബൽ ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ വേർബ്സിന് സാധ്യതകൾ കുറവാണ്, പക്ഷെ നോൺ വെർബൽ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Okay, so non-verbal signs are very powerful, and these are the very powerful tool for a teacher to appreciate the students. അപ്പം ടീച്ചറെ സംബന്ധിച്ച് വളരെ ജെന്യുവൻ ആയി നമുക്ക് തോന്നുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ആക്ഷൻസ് അവർക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇതിൽ വേറൊരു സംഭവം പറഞ്ഞു വെച്ചാല് നോൺ വെർബൽ സിഗ്നൽസ് ക്യാൻ എക്സ്പ്രസ് ഫീലിങ്സ്, തോട്ട്സ് എന്നൊക്കെ പറയുന്നത്. അഥവാ നമുക്ക് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സിനെ ഉണർത്താൻ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്താന്നുള്ളത് കുട്ടികൾക്ക് അറിയിക്കാൻ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, ട്രാൻസാക്ട് ചെയ്യപ്പെടും എന്നാണ്. ബോഡി നെവർ ലൈസ് എന്നുള്ള സാധനമൊക്കെ ഞാൻ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ ആംഗ്രി ആണോ, ഒരാൾ ഹാപ്പി ആണോ, അതല്ല സാഡ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ മാത്രം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഒരു കോമ്പണൻസ് പറയുന്നത്, അഥവാ ഈ ഒരു സ്കിൽ ഓഫ് നോൺ വെർബൽ കൂസ് എന്നുള്ളതിന്റെ കോമ്പണൻസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ബോഡി ലാംഗ്വേജ്, 2 പ്രോക്സിമിറ്റി ആണ്, അഥവാ ക്ലോസ്നെസ് എന്നതിൽ ബ്രാക്കറ്റിൽ കൊടുത്തത്. അഥവാ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻ എ ടീച്ചർ വാണ്ട്സ് ടു കൺവേ മെസ്സേജ് ടു എ സ്റ്റുഡന്റ് ഓർ ടു കൺട്രോൾ എ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ
ബിഹേവിയർ സ്റ്റുഡന്റ്, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹി ഹാസ് ടു ഗോ നിയർ ഹിം ആൻഡ് കൺവേ നോൺ വെർബൽ എന്നാണ്. അത് ഒരു കുട്ടിയെ നമ്മൾ ഏറ്റവും അടുത്ത് പിടിച്ച് ഏറ്റവും അടുത്ത് പോയി അവനോട് നേരിട്ട് ഫേസ് ടു ഫേസ് നോക്കി സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അതിന്റെ ഒരുപാട് ഉപകാരം ഉണ്ടാവും എന്ന് പറയണേ. അവിടെ നമ്മൾ പറയുന്ന വാക്കിനൊക്കെ അപ്പുറത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ അടുത്ത് ചെല്ലണു, അല്ലെങ്കിൽ അവനെ അടുത്ത് ചേർത്ത് വെക്കുന്നു, അവന്റെ തോളിൽ കൈയിട്ട് കണ്ട് അവനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അത്തരം ഇടപെടലുകൾക്ക് ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കും എന്നാ പറയണേ. മറ്റൊന്നാണ് ടച്ച്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടച്ച് എന്നുള്ളത് ലവ് ലാംഗ്വേജിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കൊരാളുടെ നമ്മുടെ സ്നേഹം മറ്റൊരാളോട് അറിയിക്കാൻ, നമ്മുടെ റെസ്പെക്ട് വേറൊരാളോട് അറിയിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ടച്ചാണ്. ഇത് കേട്ടിട്ട് ബാക്കിൽ എന്ത് ചെയ്യണ്ട, എല്ലായിടത്തും പോയിക്കാണ് ടച്ച് ചെയ്താണ്ട് എന്ത് ചെയ്യണം, സ്നേഹം പ്രകടിപ്പിക്കണ്ട. പക്ഷേ ബാക്കി കേൾക്കുന്നുണ്ടോ? കേക്കണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു പാർട്ട്നേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ, അവിടൊക്കെ ടച്ചിന് ഭയങ്കരമായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോ ഒരാളോട് നമ്മൾ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് ഒരാളോട് നമ്മൾ ഷെയ്ക്കാൻ കൊടുത്ത് സംസാരിക്കുന്നതും ഷെയ്ക്കാൻ കൊടുക്കാതെ സംസാരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെയാണ്. നമ്മളല്ലേ ഈ ഷെയ്ക്കാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഡബിൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അതാർക്കെങ്കിലും അറിയോ? ഡബിൾ ഷെയ്ക്ക് ഹാൻഡ് കേട്ടണോ? അറിയില്ല. നമ്മൾ ഒരു കൈ കൊണ്ട് ഷെയ്ക്കാൻ കൊടുക്കൂലേ? അപ്പൊ വലത് കൈ കൊണ്ട് ഷെയ്ക്കാൻ കൊടുക്കൂലേ? അത് കൊടുത്തിട്ട് ഇടത് കൈ കൊണ്ട് മറ്റേ ആളുടെ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ തോളത്തൊക്കെ തട്ടി കൊടുക്കണുണ്ടല്ലേ? മറ്റേ അറബികൾ ഷെയ്ക്കാൻ ചെയ്യുന്ന മാതിരിയല്ലേ? ഇയാളിങ്ങനെ ഹഗ് ചെയ്യണ പോലെ ഷെയ്ക്കാൻ ഇല്ല. അല്ല, അങ്ങനല്ല. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടേ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഷോൾഡർ തട്ടി നമ്മൾ അടുപ്പിക്കുന്ന ടൈപ്പ് അല്ലേ? അതെ. അപ്പൊ അത് വലത് കൈ കൊണ്ട് ഷെയ്ക്കാൻ കൊടുക്കുക, ഹാൻഡ് ടു ഹാൻഡ്. ഇടത് കൈ കൊണ്ട് മറ്റേ ആളുടെ കൈയിന്റെ നമ്മളിപ്പോ കൈയിന്റെ മുകളിലോ ഷോൾഡറിന് താഴേക്ക് ആയിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. അതാണ് ഡബിൾ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതികൾ പല സംഭവങ്ങളുണ്ട്. അതില് ഇപ്പൊ ഇനി കൂടുതൽ എക്സ്പ്രസ് ചെയ്യണില്ല, പറയണില്ല, കാരണം നമുക്ക് ഭയങ്കര ടൈം ലിമിറ്റഡാ. അതുകൊണ്ട് മാത്രം. കാരണം പലതരം ഷെയ്ക്ക് ഹാൻഡുകളുണ്ട്. ഒരാളുടെ ഷെയ്ക്ക് ഹാൻഡ് കണ്ടാല് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാന്നൊക്കെ ഉള്ള ബോഡി ലാംഗ്വേജിന്റെ ഒരു ശാസ്ത്രമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഷെയ്ക്ക് ഹാൻഡ് വേറെയാണ്. നമ്മളെ മുകളിലുള്ള നമ്മളെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് ആയ ഒരാള് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു രീതി വേറെയാണ്. ഫോർമലായിട്ട് നമ്മൾ ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട രീതികൾ വേറെയാണ്. ആ കയ്യിന്റെ പൊസിഷന്, അതിന്റെ ലെങ്ത്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾക്ക് എന്താ വെച്ചാൽ വേറെ വേറെ സൈക്കോളജി ഉണ്ട്. അതിപ്പോ ഇവിടെ നമ്മൾ പറയണില്ല, മുന്നോട്ട് പോകണം. ദെൻ ഐ കോണ്ടാക്ട് അല്ലേ? ഐ കോണ്ടാക്ട് പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരാളെ നമ്മള് എങ്ങനെ നോക്കേണ്ടത്, ഒരാൾ നമ്മോട് ചൂടാവാണെങ്കിൽ എങ്ങനെ നോക്കേണ്ടത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റൈറ്റ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഒരു കോമൺ പേഴ്സൺ, സമൂഹത്തിലെ ഒരാൾ, അദ്ദേഹത്തിന് നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ എങ്ങോട്ടൊക്കെ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്തായിരുന്നു? ക്ലാസ്സിലായിരുന്നു 4 സൈഡിലോട്ട്. അത് ആ ക്ലാസ്സില് ഞാൻ ചോദിക്കണ പേഴ്സൺ ടു പേഴ്സൺ ഫോർഹെഡ് ഫോർമലായിട്ട് ഫോർഹെഡിലേക്ക് നോക്കാം. അതല്ലാണ്ട് നമ്മളൊരു ജനറൽ ആയിട്ടൊരു പേഴ്സൺ കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ത്രികോണം ഇടുന്ന പോലെയാണെന്ന് പറയാം. അഥവാ ഈ നെറ്റിന്ന് ഇങ്ങനെ വരച്ചിട്ട് നമ്മളെ ഈ ലിപ്സിന്റെ താഴോട്ട് നമ്മൾ ഈ താടിന്റെ തൊട്ട് ഇങ്ങനെ ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ വരച്ചാൽ എങ്ങനെ ഇരിക്കും വെച്ചാൽ ആ ഒരു ഏരിയക്കാണ് നോക്കേണ്ടതെന്നാണ് ശരിക്കും പറയാറുള്ളത് കേട്ടോ. പിന്നെ ക്രോണീമിക്സ്, ദാറ്റ് മീൻസ് പ്ലാൻ, വെയിറ്റിംഗ് ആൻഡ് പോസിങ്. നമ്മളിടുന്ന പോസ്, നമ്മളിടുന്ന സൈലൻസ്, ഇതിനൊക്കെ എന്താ വെച്ചാൽ ഒരു വലിയ ഒരു മീനിങ് ഉണ്ട്. അതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിനൊരു 4-5 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് പറഞ്ഞിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ്, പ്രോക്സിമിറ്റി, ടച്ച്, ഐ കോണ്ടാക്ട്, ക്രോണീമിക്സ് പറഞ്ഞിട്ട് ഒരു 5 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിടുന്ന സൈലൻസിന്, നമ്മൾ നോക്കുന്ന നമ്മുടെ ഐ കോണ്ടാക്റ്റിന്, നമ്മളിടുന്ന നമ്മൾ അവരെ ടച്ച് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മളിടുന്ന ആ ഒരു ഡിസ്റ്റൻസിന്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഇതിനൊക്കെ പ്രത്യേകം മീനിങ്ങുകൾ പാസ് ചെയ്യാനുള്ളതാണ്. ഇനി ഈ ഒരു പ്രോക്സിമിറ്റി പറഞ്ഞപ്പോഴേ, ക്ലോസ്നെസ് പറഞ്ഞപ്പോ നമുക്ക് ശരിക്കും പാർട്ട്നേഴ്സിന് തമ്മിലുള്ള ഒരു ക്ലോസ്നെസ്സിന്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഗ്യാപ്പ്, അതുപോലെ തന്നെ അല്ലാത്ത ഒരാളുടെ ഗ്യാപ്പ്, ഇങ്ങനെ ബന്ധങ്ങൾക്കനുസരിച്ചിന്റെ ഗ്യാപ്പുകളിൽ ഒരു കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ ആരും കേട്ടണോ? എത്ര ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നൊക്കെ കേട്ടണോ?
നമുക്കൊരു പരിചയമില്ലാത്ത ആൾ സംസാരിക്കുമ്പോൾ മിനിമം നമ്മൾ ഒരു 1 to 1.5 മീറ്റർ വരെ ഗ്യാപ്പ് ഇടണമെന്നാണ് പറയാ. 1 മീറ്റർ കൂട്ടിയോ, 1 മീറ്ററെങ്കിലും ഗ്യാപ്പ് ഇട്ട് അത്രയും വിട്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ നമുക്ക് പിന്നെ റൈറ്റ് ഉള്ളൂ എന്നാണ് പറയാ. അതിനേക്കാൾ പോയിട്ട് ക്ലോസ് ആകാൻ പറ്റൂല എന്നാണ് പറയാ. ചില ആളുകൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ വളരെ ഫേസിന് അടുത്തൊന്ന് സംസാരിക്കും, നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല, വേറെ ആർക്കും നോക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഭയങ്കരമായി നമ്മളിങ്ങനെ കൺജസ്റ്റഡ് ആയി പോകുന്നൊരു സിറ്റുവേഷന് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നോയ്സ് ഉള്ള സമയത്താണെങ്കിൽ കേൾക്കൂലല്ലോ, അല്ലാത്ത അത് ചെവിയിലൊന്ന് സ്വകാര്യം പറയണല്ലേ. അതല്ലാണ്ട് നമ്മൾ ഫേസ് ടു ഫേസ് നിൽക്കുകയാണെങ്കിൽ ശരിക്കും 1.5 മീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് മാത്രമേ നമ്മൾ ഒരാളെടുത്ത് അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് റൂള്. ഓക്കെ, അതിന്റെ ബാക്കി ഇതിലുണ്ട് കേട്ടോ. നമ്മള് ക്രോണിമിക്സ് മാത്രമല്ല, പിന്നെ ഒന്ന് സ്മെല്ലാണ്. അത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. പിന്നെ വോക്കലിക്സ്, അതിൽ ആ ഒരു ബോഡി ലാംഗ്വേജിന്റെ ഭാഗം തന്നെ വരുന്നത് പോസ്റ്റർ, അഡോൺമെന്റ്, ലോക്കോമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതിലേക്ക് പോകുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സ്കില്ലിലേക്ക് പോവാണ്, സ്കിൽ ഓഫ് ക്ലോഷർ. ഇതൊരു ലാസ്റ്റ് സ്കില്ലാണ്. നമ്മൾ സമ്മപ്പ് ചെയ്യൂലേ, ഒരു ക്ലാസ് അവസാനിപ്പിക്കൂലേ, ക്ലോസ് ചെയ്യൂലേ, അതാണ് സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്ത് സംസാരമാണെങ്കിലും അവസാനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവസാനിപ്പിക്കണേ എന്നുള്ളത്. സോ അതാണ് സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. സ്റ്റുഡൻറ് ഷുഡ് ഫീൽ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. നമ്മളൊരു ക്ലാസ് എടുത്ത് ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ സ്റ്റുഡൻസിന്റെ ഒരു ഫീലിങ്സ് എന്താ നോക്കുമ്പോൾ ദേ ഷുഡ് ബി പ്ലസന്റ് ആൻഡ് സാറ്റിസ്ഫൈഡ്. അവർ ശരിക്കും സാറ്റിസ്ഫൈഡ് ആകണം എന്നൊക്കെ ഉള്ളതാണ്. സോ ഒരു ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 45 മിനിറ്റ് ക്ലാസ് എടുക്കുകയാണ്. 35 മിനിറ്റ് കഴിഞ്ഞു, 40 മിനിറ്റ് കഴിഞ്ഞു, ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ് നമുക്ക് ലെഫ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ് ബാക്കി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൺക്ലൂഡ് ചെയ്യും അല്ലെ. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ക്വിക്ക് റിവ്യൂ. നമ്മൾ എന്താണ് ഇത്രയും സമയം പറഞ്ഞത്, എന്ത് പഠിച്ചു എന്നുള്ളതിന് ഒരു റിവ്യൂ നടത്തണം എന്നുള്ളതാണ് ഒന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ന്യൂ നോളജ് എവിടെയാണ് ഇതുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടത്, നോളജ് അപ്ലൈ ചെയ്യേണ്ട ഡിഫറെന്റ് സിറ്റുവേഷൻസ് എവിടെയാണ്, അതെന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അസോസിയേറ്റിംഗ് ന്യൂ നോളജ് വിത്ത് ഓൾഡ് ലോംഗേജ്, ഇന്ന് കിട്ടിയ നോളജ് പഴയ നോളജുമായി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഷാൽ ബി റിപ്പീറ്റഡ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് 5 പോയിന്റ്സ് പഠിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് വേണം ആ ഒരു ക്ലാസ് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്കിൽ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടാ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതിനോട് പ്രിപ്പയർ ആകാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണം, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ നോളജ് പാസ്റ്റ് നോളജുമായി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ന്യൂ നോളജ് ഏത് സിറ്റുവേഷനിലാണ് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ ഒരു നല്ല ക്ലോഷർ ഇല്ലാത്തതിന്റെ ഫലമാണ് നമ്മൾ ഇന്നും ബുക്കിൽ പഠിച്ചത് ബുക്കിലും സ്കൂളിൽ പഠിച്ച നോളജ് സ്കൂളിലും സ്കൂളിന്റെ പുറത്ത് നമ്മൾ വേറൊരു ലൈഫും കൊണ്ടുപോകാനുള്ള കാരണം. നമ്മൾ സ്കൂളിൽ പഠിച്ച കുറേ വിവരങ്ങൾ എന്ത് വെച്ചാൽ ആ പരീക്ഷയോട് കൂടി അസ്തമിച്ചു. റൈറ്റ്? എന്തിനാണ് ഇത് പഠിക്കണേന്നും ഇത് ജീവിതത്തിൽ എവിടെയാണ് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് കണ്ണൂരോ കാസർഗോഡ് ആ ഭാഗത്ത് എവിടെയുള്ള 2 കുട്ടികൾ കുറച്ചു മുമ്പ് ഒരു സ്ത്രീ ഇങ്ങനെ പെട്ടെന്ന് തല ചുറ്റി വീണപ്പോ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്താണ്ട് രക്ഷിച്ചൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഈ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഈ ട്രാഫിക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സിലബസിൽ കൊണ്ടുവരണം എന്നൊക്കെ. തീർച്ചയായിട്ടും. അഥവാ ട്രാഫിക് സാധനങ്ങൾ കൊണ്ടുവരണം, സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, ലോ കൊണ്ടുവരണം, നിയമങ്ങൾ കൊണ്ടുവരണം, നമ്മുടെ ഭരണഘടനന്റെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരണം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് പിന്നെ ഇപ്പൊ ഉണ്ട്, എന്നാലും അത് പ്രത്യേക സബ്ജക്ട് എടുക്കണമൊക്കെ ഉള്ളൂ. 8ാം ക്ലാസ്സിലൊക്കെ ഉണ്ട് തോന്നുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കാണ്ട്. അങ്ങനെ നമുക്ക് ഇനി ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ശരിക്കും പ്രിപ്പയറിംഗ് ടു ദ ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുറേ പാഠം പഠിക്കുന്നുണ്ട്, സ്റ്റോറീസ് പഠിക്കുന്നുണ്ട്. ആ സ്റ്റോറി എന്താ പഠിക്കണേന്നോ അത് എന്ത് മെസ്സേജാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ കിട്ടണില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോഷർ എന്നുള്ള സ്കില്ല് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൺസോൾട്ടേഷൻ ഓഫ് മേജർ പോയിന്റ്സ് നേരത്തെ പറഞ്ഞു, സമ്മറൈസ് ചെയ്യണം, കൺസോൾട്ടേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇമ്പോർട്ടന്റ് പോയിന്റ്സിന് റിപ്പീറ്റ് ചെയ്യണം, അത് ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതൊക്കെ പറഞ്ഞ പോയിന്റ് ആപ്ലിക്കേഷൻ ഓഫ് പ്രസന്റ് നോളജ്, എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വേർഡ് ഈസ് ടു ബി വിത്ത് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എക്സാമ്പിൾസ്.
ഇത് എപ്പോ എവിടെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുക, എവിടെയാണ് കൊണ്ട് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ലിങ്കിങ് പാസ്റ്റ് നോളജ് വിത്ത് പ്രസന്റ് നോളജ്, പോസ്റ്റ് കേട്ടോ, പാസ്റ്റ് നോളജ് വിത്ത് പ്രസന്റ് നോളജ് ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ന്യൂ നോളജ് എന്ത് ചെയ്യണം, നമ്മുടെ ലൈവ് പാസ്റ്റ് നോളജുമായി ലിങ്ക് ചെയ്യണതും ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി അവിടെ ഉള്ളത്. അപ്പം ഇത്രയാണ് ഈ ഒരു 8 സ്കില്ലുകൾ, നമ്മുടെ മൈക്രോ സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ ടീച്ചിങ്ങിലാണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ്, എന്തിനാണ് മൈക്രോ ടീച്ചിങ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉപകാരമുള്ളത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് പഠിച്ചാൽ നമുക്ക് ലെസൺ പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജ്, പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജ്, ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. മൈക്രോ ടീച്ചിങ്ങിന്റെ പോയിന്റ്സ് പഠിച്ചാൽ എല്ലാത്തിലേക്കും അത് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. So it offers opportunity to practice real lesson without complexities of normal classroom. നമ്മൾ ഇത് നേരത്തെ പറഞ്ഞു, ആക്ച്വലി ഓരോരോ സ്കില്ലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് വെച്ചാൽ നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോംപ്ലക്സ് അല്ലാതെ സിമ്പിൾ ആയിട്ട് ടീച്ചിങ്ങിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു സ്പെഷ്യൽ പ്രത്യേകത. ഓക്കെ, പിന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അപ്പൊ തന്നെ കിട്ടും. ഈ മൈക്രോ ടീച്ചിങ്ങിൽ എത്ര സമയം ക്ലാസ് എടുക്കുക? ഡ്യൂറേഷൻ 5 to 6 മിനിറ്റ്. 5 to 6. How many students will be there? 5 to How many 6. students? അതേപോലെ തന്നെ 4 to 5. സെയിം നമ്പർ അല്ലെ? അപ്പം ഒരാൾ ക്ലാസ് എടുക്കും, മറ്റുള്ളവർ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് കൊടുക്കും. റൈറ്റ്. സോ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഇസ് അവൈലബിൾ. ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ്. ആൻഡ് നമ്മൾ പുതിയ കുട്ടി സംസാരിക്കുന്നില്ലേ, നമ്മളോട് പോയിന്റ്സ് പറയണില്ലേ? ഫാത്തിമ സമയം കൊടുത്താലല്ലേ അതിനൊക്കെ ഫാത്തിമ വർത്താനം പറയും. എടുത്തു. അത് സത്യം കേട്ടാ. ആള് പോയോ? ഞാൻ ചാമ്പ്യൻ ട്രോഫി എല്ലാം കാണാണ്ട് ഇവിടെ വന്ന് കുത്തിട്ട് മുണ്ടുകയും ചെയ്യരുതേ. ഫാത്തിമ മിണ്ടരുത്. പുതിയ ആള് ഓൺലൈനിൽ ഉണ്ടോ? എന്നാ ആയിക്കോട്ടെ, ഞാൻ ഇന്ത്യ vs ബംഗ്ലാദേശ് കണ്ടോളാം. ഞാൻ പോന്ന പോണ്ട. ആള് അല്ല, ഫാത്തിമ ഉണ്ടായോണ്ടാ ക്ലാസ് ഒരു ഇത്, അല്ലെങ്കിൽ ഉറങ്ങി പോയനെ. മതി. നിങ്ങൾക്ക് എല്ലാവരും ഫാത്തിമ എന്തോ തരാൻ വിചാരിച്ചുകൊണ്ട്. സോ ഇവിടെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് പ്രാക്ടിക്കബിൾ ആണ്, കാരണം ഒരു സ്കില്ലേ ഉള്ളൂ. 5 മിനിറ്റ് 6 മിനിറ്റ് ക്ലാസ് എടുത്താൽ മതി. സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോരോ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചില ഡെവലപ്പിംഗ് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ്, അങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പൊ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഇംപ്രൂവ്ഡ് ആവും, ബ്ലാക്ക് ബോർഡ് ഇംപ്രൂവ്ഡ് ആവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് ഇംപ്രൂവ്ഡ് ആകും. അങ്ങനെ ഓരോരോ സ്കില്ലുകളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ടീച്ചിങ് സ്റ്റൈലുകൾ ഫെമിലറൈസ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ടീച്ചിങ് സ്റ്റൈലുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മോർ പ്രിസൈസ്, ഒബ്ജക്റ്റീവ്, അക്സെപ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല പോയിന്റ്സ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതത്ര മതി. ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്, ലിങ്ക് ലെസൺ. ഇത് നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മൈക്രോ ടീച്ചിങ്ങിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലിങ്ക് ലെസൺ എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോ ടീച്ചിങ്ങിൽ ഒരു സ്കില്ല് മാത്രമല്ലേ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്തുള്ളൂ? ആന്ന് പറയും. അത്രേ ഉള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലെന്താ വെച്ചാല് ഓൾ ദീസ് സ്കിൽസ് ആർ കമ്പൈൻഡ് ഇൻ ക്ലാസ് ടീച്ചിങ് ആണ്. അഥവാ ചിലതിൽ എങ്ങനെ വെച്ചാല് 2 സ്കില്ല് കമ്പൈൻ ചെയ്യും, ചിലതിൽ 3 സ്കില്ല് കമ്പൈൻ ചെയ്യും, ചിലപ്പോൾ ഇതിൽ 4 സ്കിൽസ് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അഥവാ ഒന്നിലധികം സ്കില്ലുകൾ കമ്പൈൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ലിങ്ക് ലെസൺ എ സ്മാൾ കോണ്ടന്റ് ആൻഡ് 3 or 4 ടീച്ചിങ് സ്കിൽസ് ആർ ടേക്കൺ. 3 or 4 ടീച്ചിങ് സ്കിൽസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്ത്. പെട്ടെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3, 6, 8 ഇങ്ങനെയൊക്കെ വേണം എടുക്കാം, അല്ലെങ്കിൽ 4, 4 ഇങ്ങനെ 2 ആയിട്ടൊക്കെ 4 പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ടീച്ചർ ടീച്ചിങ് ടൈം ഈസ് 10 to 15 സ്റ്റുഡൻസ് ആൻഡ് 10 to 15 മിനിറ്റ്സ് ആണ്. 10-15 കുട്ടികൾ ഉണ്ടാവാം, 10-15 മിനിറ്റ് ക്ലാസ് എടുക്കേണ്ടി വരും. ഏകദേശം നമ്മൾ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ക്ലാസ് എടുക്കും കേട്ടോ. കാരണം ഒരു 4 സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കാറുണ്ട്. ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പറയുന്നത് അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. സോ വി ക്യാൻ ഡിസൈഡ്. ഓക്കെ, ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, ചിലത് 15 മിനിറ്റ് ആവാം. ഇപ്പൊ 2 സ്കില്ലൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് മതി. ഒരു 3 സ്കില്ലാണെങ്കിൽ 15 മിനിറ്റ് ഒക്കെ എടുക്കാം. 4 സ്കില്ലൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ് വരെയൊക്കെ എടുക്കാം. 20-25 മിനിറ്റ് വരെ. ഇതൊക്കെ ടീച്ചിങ് ട്രെയിനിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അതെ. ടീച്ചർ അത് ട്രെയിനിങ് ടെക്നിക്കുകളാണ് ഇതൊക്കെ. ടീച്ചർ ട്രെയിനിങ്സിന് കൊടുക്കുന്ന ടീച്ചിങ്
പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മേജർ സ്റ്റെപ്സ് ഇൻ എ ലിങ്ക് ലെസൺ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഇതിന് പ്രത്യേകം ഒരുപാട് വലിയ സ്റ്റെപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ലിങ്ക് ലെസൺ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതില് അത് മൈക്രോ ടീച്ചിങ് കഴിഞ്ഞിട്ട് ലിങ്ക് ലെസൺ എടുത്തിട്ട് പിന്നെയാണ് റിയൽ ടീച്ചിങ്ങിലേക്ക്, ക്ലാസ് ടീച്ചിങ്ങിലേക്ക് പോവാം. ഓക്കെ, മൈക്രോ ടീച്ചിങ്ങിൽ ഒരു സ്കിൽ എടുക്കും, ലിങ്ക് ലെസണിൽ ഒന്നിലധികം ഒരു 3-4 സ്കിൽ എടുക്കും. ദെൻ ക്ലാസ് ടീച്ചിങ്ങിൽ അപ്പം എത്ര സ്കില്ല് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും? 8 സ്കില്ലും എല്ലാ ക്ലാസ്സിലും വരുമോ? 8 സ്കില്ല് വരൂലല്ലോ. ഏതാ 8 സ്കില്ല് വരുമോ? വരൂലല്ലോ. വരുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? 8 സ്കില്ല് വരാൻ കഴിയോ? വരേണ്ടതാണ് ശരിക്കും. ആക്ച്വലി അതിന്റെ ആൻസർ ഇത്രേ ഉള്ളൂ, അത് ആവശ്യമാണെങ്കിൽ വരണം. അപ്പൊ ബ്ലാക്ക് ബോർഡിൽ എഴുതല് നിർബന്ധമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് എഴുതേണ്ടി വരും. അപ്പൊ ആ ബ്ലാക്ക് ബോർഡ് സ്കില്ല് വരും. ക്വസ്റ്റ്യൻ ചോദിക്കൽ എന്തായാലും വരും, അപ്പൊ അത് വരും. പിന്നെ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്തായാലും ക്ലോസ് ചെയ്യണം, എന്തായാലും സ്റ്റിമുലസ് വേരിയേഷൻ നിർബന്ധമല്ലേ, എന്തെങ്കിലും പറയണ്ടേ നമ്മള് ക്ലാസ് റൂമിൽ പോയിട്ട്. ഏതാ അപ്രീസിയേഷൻ മസ്റ്റ് അല്ലേ? അപ്രീസിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഫർഷിത ഒന്നും കൂടെ വരുമോ? നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഫർഷിത അടിപൊളിയാണ്, ഫർഷിത നമ്മുടെ ക്ലാസ്സിന്റെ ജീവനാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ മുന്നോട്ടുണ്ടോ നിങ്ങളൊക്കെ തന്നെയാണെന്നൊക്കെ പറയണം. എന്താ വെച്ചാല് ജസ്റ്റ് അപ്രീഷിയേറ്റിങ്. അപ്പം കുറച്ച് സ്റ്റെപ്പുകൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് സെലക്ടിങ് എ കോണ്ടന്റ് ഓർ ദ കോണ്ടന്റ് ഓർ ടോപ്പിക്. അത് നമുക്ക് എന്താണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്കില്ലിന് പറ്റിയ ടോപ്പിക് എടുക്കട്ടോ. സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡിൽ നമ്മളൊരു പോയം ഇങ്ങനെ ചൊല്ലി കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു സ്കില്ലിന് പറ്റുന്ന ടോപ്പിക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു അപ്രീസിയേഷൻ ഒക്കെ ആണെങ്കിൽ അതിന് പറ്റുന്ന എന്ത് ചെയ്യണം, ടോപ്പിക് എടുക്കണം. ദെൻ സെറ്റിംഗ് ലെസൺ ഒബ്ജക്റ്റീവ്സ്. ഇതിന്റെ ലേണിംഗ് ഔട്ട്കംസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും. അത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിലൊക്കെ ഉണ്ടാവും. ദെൻ റിസോഴ്സ് മെറ്റീരിയൽസ് നീഡഡ്. നമുക്ക് കോഴ്സ് ബുക്ക് വേണം, അതുപോലെ തന്നെ മറ്റു ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും വേണ്ട സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ കോണ്ടന്റ് ഔട്ട്ലൈൻ. എന്താണ് ആ ഒരു കോണ്ടന്റിലുള്ളത്, അതിന്റെ ഔട്ട്ലൈൻ എന്താ, അതിൽ എന്തൊക്കെ പഠിപ്പിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ടീച്ചിങ് സ്കിൽസ് യൂസ്ഡ്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടീച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ടീച്ചിങ് സ്കിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ്. ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പം അതൊക്കെ യൂസ് ചെയ്യാം, അത്രയ്ക്കേ ഉള്ളൂ. ഇതങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സ്റ്റെപ്പുകളൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. അതിന് എക്സ്പ്രഷൻ അതിലുണ്ട്, അതിലേക്ക് കൂടുതൽ പോകണില്ല. കാരണം വെച്ചാൽ അത് ഓൾറെഡി നമുക്ക് അറിയുന്ന പോയിന്റുകളാണ്. പ്രസന്റേഷൻ, ഇന്ററാക്ഷൻ ഒക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ലിങ്ക് ടീച്ചിങ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തേക്കാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് സ്കിൽസ്. ഏത് സ്കിൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യുക. ട്രെയിനിങ് ഓഫ് ഈച്ച് സ്കിൽസ്, ഇന്റഗ്രേഷൻ ഓഫ് സ്കിൽസ്, യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ ദ സ്കിൽസ്. നമുക്ക് ആ ഒന്ന് സ്കില്ലുകളെ കുറിച്ച് ഐഡിയ ഉണ്ടാവുക, ഓരോരോ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യുന്നു, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അതൊന്നും വലിയൊരു സംഭവമായിട്ടുള്ള സംഭവങ്ങളല്ല. പിന്നെ ഇതൊക്കെ പിന്നെ ലിങ്ക് ലെസന്റെ റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഇതിൽ ഒരു റിയൽ ക്ലാസ് റൂമിനെ ബേസ് ചെയ്തിട്ട് ലിങ്ക് ലെസൺ എന്നുള്ളത് ഒരു ഷോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ലിങ്ക് ലെസൺ ക്യാൻ ബി യൂസ്ഡ് ടു ടീച്ച് പർട്ടിക്കുലർ സ്കിൽസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ സ്കിൽസ് മാത്രമേ അവിടെ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഓൾ സ്കിൽസ് ഇല്ല, അത് റിയൽ ക്ലാസ് റൂമിൽ മാത്രമേ ഇരിക്കും. അതുപോലെ തന്നെ allow students to gain valuable relevant skills on regular basis without spending too much of time. നമുക്ക് ചില ഏതൊക്കെ സ്കില്ലാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിന് കൃത്യമായി അതിന് വേണ്ട കോണ്ടന്റ് എടുക്കുക, ആ ഒരു സ്കില്ല് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട. കാരണം കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന്റെ കോണ്ടന്റ് മാത്രം സെലക്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ അതിന്റെ ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ പോയിന്റുകളാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണില്ല. പിന്നെ സ്കിൽസ് ടു ബി ഇന്റഗ്രേറ്റഡ്. അപ്പൊ ഏതൊക്കെ സ്കില്ല് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തത് മൊത്തം 8 സ്കില്ലുകൾ പറഞ്ഞത് മാത്രമാണ്. ഇതിൽ ഏത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്ങും, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്ങും, പ്രോബിംഗ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ 4 അങ്ങനെ സ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. അതല്ല നോൺ വെർബൽ ക്യൂസും ഇൻട്രൊഡക്ഷനും എക്സ്പ്ലെയിനിങ്ങും നോൺ വെർബൽ ക്യൂസ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന് പ്രത്യേകിച്ചൊരു പിന്നെ റൂളൊന്നും പറയാറില്ല. ഓക്കെ, ഇനി ഈ ഒരു ടേബിള് നമ്മൾ മൈക്രോ ടീച്ചിങ്ങും ലിങ്ക് ലെസണും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ ക്ലാസ് ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ പറയുന്നത്
ശരിക്കും ഈ ഒരു പിന്നെ ടേബിൾ മാത്രം പഠിച്ചാൽ മതി, മുന്നോട്ടുള്ളതെല്ലാം ഒന്നിച്ച് നമുക്ക് ഇവിടെ എഴുതാന്നുള്ളതാണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ സമയം നോക്കൂ, അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കൂ, അതുപോലെ തന്നെ കോണ്ടന്റ് അല്ലെ, കോണ്ടന്റ് വെരി സ്മാൾ കോണ്ടന്റ്, ചെറിയ ടോപ്പിക്ക് നമ്മൾ മൈക്രോ ടീച്ചിങ് എടുക്കുള്ളൂ. കുറച്ചുകൂടി വെരി സ്മാൾ ആയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലാസ് ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു പീരീഡ് എടുക്കാനുള്ള ഒരു കോണ്ടന്റ് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ സ്കില്ലുകൾ, അപ്പം ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അല്ലെ ഈ ടേബിള് ഇതിൽ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ? ഇല്ലല്ലോ. സമയം നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞു, കോണ്ടന്റ് ആണ് പിന്നെ ഒരു പുതുത് വന്നത്. അത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടും അല്ലെ. 5 മിനിറ്റ് ക്ലാസ് എടുക്കാനുള്ള കണ്ടന്റും 45 മിനിറ്റ് ക്ലാസ് എടുക്കാനുള്ള കണ്ടന്റും ഒന്നും എടുക്കൂല എന്ന് വിശ്വസിക്കുകയാണ്. എടുക്കുവോ? അല്ല, അങ്ങനെ സെലക്ട് ചെയ്യോ നിങ്ങള്? ഹലോ, അത് കുട്ടികളെ ഇതുപോലെ ഇരിക്കൂലേ? ആവറേജ് കുട്ടികളാണോ അല്ലാത്ത? ഏത് കുട്ടികളാണെങ്കിലും 5 മിനിറ്റ് ക്ലാസ് എടുക്കാനുള്ളതും 45 മിനിറ്റ് ക്ലാസ് എടുക്കാനുള്ളതും ഒന്നാവോ? അതാവാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം ഐ തിങ്ക് ഇത്രയാണ് ഈ ഒരു പിന്നെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ശരിക്കും ഈ ഒരു യൂണിറ്റിൽ മൊത്തമായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? മൈക്രോ ടീച്ചിങ് ആണ് മെയിൻ അല്ലെ. മൈക്രോ ടീച്ചിങ്ങിലുള്ള 8 സ്കില്ലുകൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. റൈറ്റ്, ആ 8 സ്കില്ല് എന്താന്നുള്ള ബോധം ഉണ്ടായി വെക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ കയറി വന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടല്ലോ, പിന്നെ അപ്രീസിയേഷനും അങ്ങനെ വന്ന കുറച്ച് ചെറിയ സാധനങ്ങൾ, അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം മൈക്രോ ടീച്ചിങ് ആണ് ഏറ്റവും മെയിൻ ഈ ഒരു യൂണിറ്റിൽ. ആ 8 മൈക്രോ ടീച്ചിങ് സ്കില്ലുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ പിന്നെ ലിങ്ക് ലെസൺ ആണ്. മൈക്രോ ടീച്ചിങ്ങും ലിങ്ക് ലെസണും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയണം. അറിയൂലേ? സൈക്കിൾ ഇല്ലായിരുന്നോ മൈക്രോ ടീച്ചിങ്? എന്തോ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഇതിൽ ടെക്സ്റ്റിലുണ്ടോ? സൈക്കിൾ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആ. നമ്മൾ അത് പറഞ്ഞല്ലോ, കാണിച്ചിരുന്നല്ലോ. പ്ലാനിങ്ങും പ്രിപ്പറേഷനും ടീച്ചിങ്, ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഇവാലുവേഷൻ, റീടീച്ചിങ്, റീപ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമല്ലേ, അത് ഇമ്പോർട്ടന്റ് ആ. മൈക്രോ ടീച്ചിങ് എവിടെ കൊടുക്കുകയാണെങ്കിലും ആ ഒരു ഇത് എനിക്ക് എഴുതാം, ആ ഒരു സൈക്കിൾ എഴുതാം കേട്ടോ, എഴുതണം. റൈറ്റ്, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എല്ലാവരും ഓരോരോ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഓൾ ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കും. സോ ഏത് സ്കില്ലാണ് വീക്ക് എന്ന് മനസ്സിലാക്കുക, പ്രാക്ടീസ് ദാറ്റ് സ്കിൽ വെരി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ദെൻ ബി മാസ്റ്റർ ഇൻ ദാറ്റ് സ്കിൽ. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഓരോ സ്കില്ലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് വീക്ക് ഉണ്ടാവും, പിന്നീട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഡെവലപ്ഡായി വരും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പ്രാക്ടീസ് കൊണ്ടാണ് ഓരോ സ്കില്ലും നമ്മൾ പെർഫെക്റ്റ് ആവുക. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല നല്ല ഈ എല്ലാ സ്കില്ലും വളരെ പെർഫെക്റ്റ് ആയി ഉപയോഗിച്ച് പഠിച്ച് ഒരു നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആവുക, സ്കിൽഡ് ടീച്ചേഴ്സ് ആവുക, ക്രിയേറ്റീവ് ടീച്ചേഴ്സ് ആവുക. അതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കോ സർ? ഇതിന്റെ ഇങ്ങനെ ഈ മോഡൽ മൈക്രോ ലെസൺ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എന്തൊക്കെയോ എക്സാമ്പിൾസ് എന്നുള്ളതല്ല, അതിൽ ആ സ്കില്ല് എന്താണ്, ആ സ്കില്ല് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയയില് ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് എ ലെസൺ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന ലെസൺ കിട്ടിയാൽ ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ്. അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സാധ്യത. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പ് വഴിയോ ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും എഴുതിച്ചോ, യു വിൽ ഗെറ്റ് ദ ടൈം ടു ആസ്ക്, ഐ വിൽ ക്ലിയർ ഇറ്റ്, ഡോണ്ട് വറി. So let me conclude the session. Okay, thank you. Thank you, sir.